ഹലോ കൂട്ടുകാരെ, പൊന്നൂസ് രുചികൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നാണ്ട് ഒരു 3 കിലോ അരി ബിരിയാണി വയ്ക്കാൻ, നല്ല ബസുമതി അരി, നല്ല അടിപൊളി അരി. അതിന് 4 കിലോ കോഴി എല്ലാം കഴുകി റെഡിയാക്കി വെച്ചേക്കാണ്. ഇത് നമ്മളൊരു 2 കിലോ കോഴി ഫ്രൈക്ക്, എന്നാൽ അതിൻ്റെ ചേരുവയൊക്കെ നമുക്ക് ചേർത്ത് അത് ചെയ്യപ്പെടും. ബിരിയാണിക്ക് ആവശ്യമായ സാധനം ഉണ്ട്: അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇത് കരിച്ചക്ക പൊടിയായിട്ട് അരിഞ്ഞു വെച്ചത്, ഇത് തക്കാളിപ്പഴം പൊടിയായിട്ട് അരിഞ്ഞു വെച്ചത്, ഇത് നമ്മുടെ ചെറിക്കായാണ്, ഇത് ഫ്രൂട്ടി. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബിരിയാണിക്ക് ഒരു മധുരവും ഒരു രുചിയൊക്കെ പ്രത്യേകം വരും. അതുകൊണ്ട് ബിരിയാണിക്ക് ഞാൻ ഇത് ചേർക്കുന്നുണ്ട്. മസാലയ്ക്കുള്ള ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, തക്കാളിപ്പഴം, വെളുത്തുള്ളി ചായച്ച് വെച്ചിരുന്നു, ഇഞ്ചി ചായച്ച്, പച്ചമുളക് ചായച്ച്. പച്ചമുളകാണ് ഇതിൻ്റെ അത് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. ബിരിയാണിയുടെ മസാലയ്ക്ക് മുളക് പൊടി ചേർക്കുന്നത് ഈ മസാല കൂട്ടുന്നതിൻ്റെ അത് മാത്രമേ ചേർക്കുന്നുണ്ട്. അത് നമുക്ക് ആദ്യം ഇതിന് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കും. ഫ്രൈക്കും ഉള്ളത് ചേർക്കും. നല്ല കാശ്മീരി ചില്ലിയാണ് ഇത്. 1 സ്പൂൺ അത് ഇതിനെ കൂടി ചേർക്കും. ഇത് ഫ്രൈക്കുള്ളതാണ്. അതിനകത്ത് 2 കിലോ നമ്മൾ ഉലുവപ്പൊടി ചേർക്കുക. ഉലുവപ്പൊടി ചേർത്തൊന്ന് വറുത്ത് നോക്കാൻ. ടേസ്റ്റ് നല്ല അടിപൊളി മണവും ടേസ്റ്റും വരും. ഇത് ഗ്രാമ്പു, പട്ട, ഏലക്ക എല്ലാം കൂടെ പൊടിച്ച മസാല, ഗരം മസാല, അത് നമ്മൾ കുറച്ച് ചേർക്കും. പിന്നെ ഇതിന് മസാല ചേർക്കുന്നു. ചിക്കൻ മസാലയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കും. നമ്മൾ ചേർക്കുന്നത് കോൺ പൗഡർ 1 സ്പൂൺ ചേർത്ത് ഇതിനും ചേർത്ത് 1 സ്പൂൺ അരിപ്പൊടി ഇടും. ഇതിനകത്തൊരു 1.25 അരിപ്പൊടി. വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, ഫ്രൈക്ക് വെച്ചേക്കുന്ന ചിക്കൻ്റെ അകത്ത് നമ്മൾ 1 സ്പൂൺ തൈര് കൊണ്ട്, 1.5 സ്പൂൺ തൈര്. ഫ്രൈ പിന്നെ ബിരിയാണിയുടെ ഇതിനകത്ത് വേണ്ടേ, ബിരിയാണിക്ക് അത് ചേർക്കുന്നില്ല. ഇതിന് വേണ്ടി നമ്മൾ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി. നമ്മളിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. ഇതിൻ്റെ വറുത്തെടുത്തിട്ട് മസാല ഉണ്ടാക്കും. നല്ല ഉപ്പും എരിയും എല്ലാം നല്ലപോലെ ഒന്ന് പിടിക്കട്ടെ. നമ്മൾ ഫ്രൈക്ക്, ചിക്കൻ ഫ്രൈക്ക് അതിൻ്റെ ഒരു മുട്ടയും കൂടെ ചേർത്ത്, നല്ല ഒരു മുട്ട കൂടെ ചേർത്തിട്ട് മസാല ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യും. നമ്മൾ ചിക്കൻ ഫ്രൈക്കുള്ള മസാല പറ്റിയാണ് ഇത്. ഒരു മുട്ടയൊക്കെ നമ്മൾ ചേർത്ത് ഉള്ളത് വെച്ചിട്ട് സ്റ്റവ് ഒന്ന് കത്തിക്കും. അതായത് അണ്ടിപ്പരിപ്പ് കൊണ്ട് ഒത്തിരി കരിയല്ല. 3 കിലോ അരി ഉള്ളതുകൊണ്ട് ഇത്ര അണ്ടിപ്പരിപ്പ് മതി. ഇതൊരു 100 കിലോ അണ്ടിപ്പരിപ്പുണ്ട്. അണ്ടിപ്പരിപ്പ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഒരുപാട് കറുത്ത് പോയാൽ ടേസ്റ്റ് മാറും. അല്ല, ഈ പരുവത്തിന് അണ്ടിപ്പരിപ്പ് പുറത്ത് വരും.
മുന്തിരി എല്ലാം നല്ല അതും ബ്രൗൺ കളറായിട്ടുണ്ട്. അത് ഒത്തിരി കറുത്ത് പോയാൽ കഴിക്കും. അതുകൊണ്ട് അതിനേക്കാളും നല്ലത് ഈ പരുവത്തിൽ കോരിയെടുക്കും. ഇതിന് വേണ്ടിയുള്ള നമ്മൾ ഉള്ളിയും കൂടെ കൊണ്ടിടാം. നല്ല നൈസായിട്ടായിരിക്കും വെച്ചിരുന്നത്. സവാള നമ്മൾ ഇതിൻ്റെ ഇട്ട് വറുത്തെടുക്കും. നമ്മുടെ സവാള നല്ല ചുമന്ന് ബ്രൗൺ കളറായിട്ടുണ്ട്. ഏകദേശം ഈ പരുവത്തിലൊക്കെ കോരിയാൽ കരിയാതിരിക്കത്തുള്ളൂ. നമുക്ക് ഇത്ര കരിയാപ്പിലും കൂടെ ഇല്ലത്തുണ്ട്. നമ്മളിത് പെട്ടെന്ന് കരിയാതിരിക്കാൻ വേണ്ടി ഒന്നിച്ച് വരുന്ന ഒരു പാത്രം എളുപ്പം കോരയിടും. അല്ലെങ്കിൽ കുറച്ച് പോരുമ്പോൾ കുറച്ച് കരിഞ്ഞു പോകും. നിർത്തില്ല. നമ്മുടെ ഉള്ളിയും സവാളയൊക്കെ നല്ല അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയെല്ലാം കൂടെ നല്ല പോലെ ബ്രൗൺ കളർ ഇതാണ്ട് ബ്രൗൺ കളർ ഒന്നും കറുത്തിട്ടില്ല ഒന്നും. അപ്പോൾ ഇങ്ങനെ ഒന്ന് തട്ടി ഉള്ളി വറുത്ത് കോരി വെച്ചിട്ടൊന്ന് ഇളക്കി വയ്ക്കും. അല്ലെങ്കിൽ ഇരിക്കുന്ന കരിഞ്ഞു പോകും. ഇനി നമുക്ക് ചിക്കൻ മസാലയ്ക്കുള്ള വറക്കാനുള്ള അതെല്ലാം റെഡി ആയിരിക്കും. നമ്മളിപ്പോൾ അരമണിക്കൂറായി ഇത് പുരട്ടി വെച്ചിട്ട് കോഴിയെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്കിനി അത് കുറച്ച് കോരി ഓട്ടിടാം. ചിക്കൻ നമ്മൾ കോരി എണ്ണയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. അത് നല്ലൊന്ന് വറുത്ത് കോരിയിട്ട് മസാലയ്ക്ക് ഉണ്ടാക്കും. മസാല ഉണ്ടാക്കും. കോഴി എന്ന് പറയുന്നത് നമുക്കതൊന്ന് ചിക്കനൊന്ന് ഇളകിയിട്ട് കൊടുക്കും. ഇതിനകത്ത് നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്തുള്ളൂ. മുളക് പൊടി കുറച്ച് ചേർക്കണം. അതുകൊണ്ട് ഒത്തിരി വെളുത്തിരിക്കുന്നത് കാണിക്കും. പക്ഷേ എരിവും കുരുമുളക് പൊടിയുടെയൊക്കെ എരിവുണ്ട്. കുരുമുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ എരിവും കാര്യങ്ങളൊക്കെ കറക്റ്റാകും. മസാല റെഡിയാകും. ഇവിടെ ചിക്കൻ മസാലയ്ക്കുള്ള ഫ്രൈ ആയിട്ടുണ്ട്. മസാലയ്ക്കുള്ള ഫ്രൈ ആയി വരുന്നുണ്ട്. ഇത്ര മസാല ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അത് കിടന്ന് കിട്ടുള്ളൂ. നല്ല റെഡിയായിട്ട് നമുക്ക് ഒരു ചിക്കൻ ചിക്കൻ മസാലയ്ക്കുള്ള ഫ്രൈ ആയി. മസാല ഉണ്ടാകും അങ്ങോട്ട് മാറ്റി വയ്ക്കും. നമുക്ക് അടുത്ത ചിക്കൻ ഫ്രൈക്കുള്ള ചിക്കൻ കൂടെ നോക്കാം. അത് ചെറിയ പീസ്, അത് വലിയ പീസ്. നല്ല മൂത്തിലുണ്ട്. അത് നമുക്കിപ്പോൾ അത് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കും.
ചിക്കൻ ഫ്രൈ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. വറുത്ത് നമ്മൾ ചെയ്ത കോഴിക്ക് മസാല ഉണ്ടാക്കുന്നത്. മസാല വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. നമ്മൾ ഇഞ്ചിയും പച്ചമുളക് പേസ്റ്റ്, പച്ചമുളക് നമ്മളിങ്ങനെ ഇട്ടായിരുന്നു, പച്ചമുളക് ചാദിച്ചായിരുന്നു, പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് ഒരു ബിരിയാണിയുടെ ഇത് ചെയ്യുന്നുണ്ട്, ഒരു ടേസ്റ്റ്, പ്രത്യേക ടേസ്റ്റ് വരും. ഇത് നമ്മുടെ സാംജീരം എന്ന് പറയും. സാംജീരം ബിരിയാണിക്ക് ഏറ്റവും കൂടുതൽ ചേർക്കേണ്ട സാധനം ഈ സാംജീരം. ഇത് പൊടിച്ച് മസാലയ്ക്കകത്ത് ചേർക്കും. മസാല ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചേർക്കണം പൊടിച്ച്. എന്നാലേ അതിൻ്റെ ആ ബിരിയാണിയുടെ ടേസ്റ്റ് നല്ലപോലെ വരും. ഇത് എല്ലാവർക്കും അറിയില്ല സാംജീരം എന്ന് പറയും. ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്, ഒരു പെരുപ്പ് ഇതൊക്കെ ഉണ്ട്. അത് ഈ ബിരിയാണിക്കകത്ത് പൊടിച്ചിരുന്നു മസാല ഉണ്ടാക്കുമ്പോൾ മസാലയ്ക്കകത്ത് ഇടും. നമ്മളവിടെ ഇങ്ങനെ സാംജീരത്തിൽ ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളത്തിൽ അരി ഇടുന്ന വെള്ളത്തിൽ കൂടെ കുറച്ച് ഇതിടാം. ഇത് കുറച്ച് അരിയുടെ ആ ഗ്രാമ്പ് പട്ടയൊക്കെ ഇടുമ്പോൾ അതിൻ്റെ അത് ഇച്ചിരി ഇടാം. ഇത് പൊടിച്ച് മസാലയ്ക്ക് ചേർക്കാൻ വേണ്ടിയാണ് ഇത്രയും മസാലയ്ക്ക് ചേർക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള ഉള്ളി ഒത്തിരി ചേർന്ന് കുറച്ച് തക്കാളിപ്പഴം, പച്ചമുളക് നമ്മൾ പേസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കും. ചിക്കൻ വറുത്തതിനകത്ത് മുളക് പൊടി ഒക്കെ ചേർത്തിട്ടുണ്ട്, ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉപ്പ് പിന്നെ വേണമെങ്കിൽ ചേർക്കും. ഉള്ളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടി. മസാലയ്ക്ക് ചേർക്കാൻ വേണ്ടി ഒരു അരമുറി തേങ്ങ വീണിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കഴുകി ഒരു വെച്ച് അണ്ടിപ്പരിപ്പിൻ്റെ പൊടി ഇത് കുറച്ച് നമ്മൾ കൂടി ചേർക്കും. നമ്മളിത് 3 കിലോ കോഴി 4 കിലോ കോഴിയുള്ളൂ. അതുകൊണ്ട് 4 കിലോ കോഴിക്കുള്ള അണ്ടിപ്പരിപ്പും തേങ്ങ എടുത്തുണ്ട്. ഇത് മസാല തോന ഉണ്ടെങ്കിൽ ബിരിയാണി തോന വയ്ക്കുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് അണ്ടിപ്പരിപ്പും തേങ്ങ ചേർക്കണം. ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ ഇതിന് ചേർക്കാൻ വേണ്ടിയുള്ളൂ. തീ കൂട്ടിയിട്ട് കരിഞ്ഞു പോകുന്നുള്ളൂ, പാടത്തില്ല, വേഗത്തില്ല, ഒരു മധുരം വരും. ഇത് നമ്മൾ തീ ഉറച്ചിട്ടിട്ട് നല്ലപോലെ ആക്കുമ്പോൾ അത് വെന്ത് നല്ല ഇതുണ്ട്, ഇതുപോലെ മസാലയുടെ ഇതുണ്ട്, നല്ല സെറ്റപ്പായിട്ട് വരും, നല്ല വാടി കിട്ടും. തീ കുറച്ചിട്ട് അത് ചേരുവയൊക്കെ ചേർത്താൽ അത് നല്ല വാടത്തില്ല. ഇല്ലെങ്കിൽ കരിഞ്ഞ ഉള്ളിക്ക് മധുരം വരും. എളുപ്പം നമ്മൾ അത് ഇറക്കി വെക്കുകയും ചെയ്ത് തീ കുറച്ചിട്ടിട്ട് നല്ലൊന്ന് വാട്ടി റെഡിയാക്കി എടുക്കണം മസാലയ്ക്കുള്ളത്. നമ്മളിതിനെ ചേർക്കുന്ന മല്ലിപ്പൊടി, ഇത് നമ്മൾ 2 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കും. 2 സ്പൂൺ കുരുമുളക്, 2-3 സ്പൂൺ കുരുമുളക് പൊടി ഇടിച്ചത്, എരിവല്ല. ഏലക്ക, തക്കോലം, ജാതിപ്പൂ എല്ലാം കൂടെ പൊടിച്ച ഈ പൊടി, മസാലപ്പൊടി എന്ന് പറയും, അത് ചേർത്ത് ചിക്കൻ മസാലയുടെ പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇനി അടി പിടിക്കും. മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് അടി പിടിക്കും. അതനുസരിച്ച് ഇളകി തീ കുറച്ച് ഇളക്കും. ആ മല്ലിപ്പൊടി നല്ല ഇതിൻ്റെ തേടുന്ന എന്ത് കിട്ടുമ്പോഴേ മസാലയുടെ മണം വരുന്നു. നമ്മളിന്ന് മുളക് പൊടി ഇറങ്ങുന്നില്ല. ഈ അണ്ടിപ്പരിപ്പിൻ്റെ പൊടി തേങ്ങ കൂടെ അരച്ചോണ്ട് ശകലം വെള്ളം ഒഴിച്ചാൽ ശകലം വെച്ചിരിക്കുന്ന മസാലയ്ക്ക് വറുത്ത് വയ്ക്കുന്ന കോഴി നമ്മൾ തട്ടി കൊടുക്കും. നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന സാംജീരത്തിൻ്റെ പൊടി കുറച്ചുകൊണ്ട് ഇടും മസാലയ്ക്കകത്ത്. സാംജീരം നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കും മസാല.
ഇച്ചിരി താമസമാണ്, പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്ന മസാലയ്ക്ക് നല്ല ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ കറി വെച്ചിട്ട് പറ്റിച്ചെടുത്ത് സവാളയും കൂടെ ഇട്ട് പറ്റിച്ചെടുത്തിട്ട് ആ ചിക്കൻ വയ്ക്കുന്നതിനേക്കാൾ ടേസ്റ്റ്. ചിലവർ ബീഫ് കറി വെച്ചിട്ട് പറ്റിച്ച് മസാല ഉണ്ടാക്കുന്നു. ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ സൂപ്പർ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എല്ലാം വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കില്ല. മല്ലിപ്പൊടി ഇട്ടിട്ട് ആ ഉള്ളി മസാല ആയി കഴിയുമ്പോഴത്തേക്ക് നല്ല സെറ്റപ്പാകും. ഇതിപ്പോൾ വറുത്ത് ഒഴിക്കുന്നു. വറുത്താകുമ്പോൾ മസാലയുടെ ഒക്കെ ആകുമ്പോൾ ടേസ്റ്റ് നല്ല അടിപൊളിയാവും. തേങ്ങയും അണ്ടിപ്പരിപ്പും കൂടെ അരച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി തീരുന്ന കുറച്ച് അടി പിടിക്കുന്നു. പിന്നെ നമ്മുടെ വീഡിയോ പുതുതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്കൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനിൽ നിന്ന് അനേബിൾ ചെയ്യുക. അപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. റെഡി ആയിരിക്കണം. നമുക്കിതിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് നമ്മൾ വെള്ളം അരിയിടാനുള്ള വെള്ളം അടുപ്പിലിട്ട് വയ്ക്കും. നമ്മളിത് അരിയിടാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് തേങ്ങയെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ സലാഡിന് ഉള്ളി തരിക. സലാഡ് നമ്മൾ വെള്ളത്തിനകത്ത് ഇടുന്ന സാധനം ഏലക്കയിട്ട്, ഗ്രാമ്പു, പട്ട, സാംജീരകം, തക്കോല, പച്ചമുളക് ഇത്ര സാധനം ഇട്ടത്. വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ഇത്ര ഉപ്പ് കൂടി ഇടുക. ഇത് അടയ്ക്കും. ഒരു തിളയുടെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അരി അങ്ങോട്ട് കഴിയും. അരി അരി ഇട്ടിട്ടുണ്ട്. നമ്മളിത് കോരി എടുക്കണം, പറ്റിക്കില്ല കേട്ടോ. കോരി എടുക്കും. അതിന് എത്രയും വെള്ളം പറ്റും. വെള്ളം പറ്റിയതൊന്നും അത് ഇല്ലെങ്കിൽ ഭയങ്കര കുഴച്ച് തോന്നെ വെള്ളം വരും. ഇല്ലെങ്കിൽ അരിക്ക് കൊഴുപ്പായിരിക്കും. കൊഴുപ്പ് വരുമ്പോഴത്തേക്ക് ചോറ് കട്ടിയാവും. നമ്മുടെ അരി നല്ലപോലെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അരി ഇനിയിപ്പോൾ കോര സമയമായി. ചോറ് നല്ല വെന്തിട്ടുണ്ട്. കുഴയാതെ നമുക്ക് കോരിയെടുക്കാം. ഈ പരുവത്തിൽ ഉപയോഗിച്ചെടുക്കും. ഉണ്ടോ? ഒട്ടിട്ടുമില്ല, ഒന്നുമില്ല. ചോറായി. നീ ദം ചെയ്യാം. മസാല ഇതിനടുത്ത്
എന്നിട്ട് പുറത്തോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഉള്ളിയും വറുത്തും എല്ലാം കൂടെ മസാലയുടെ മണ്ടയിൽ വരും. ഉള്ളിയെല്ലാം കൂടെ മണ്ടയിൽ കുറച്ചിട്ടു നമുക്ക് ചോറങ്ങോട്ട് ഇടാം. രണ്ട് ലെയറായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ കളറിന് വേണ്ടി പഞ്ചസാരയ്ക്കകത്ത് കളർ ഇങ്ങനെ അങ്ങ് ഇട്ടാൽ മതി. അങ്ങനെ എല്ലായിടത്തും ആകത്തില്ല. ചോറ് ഒത്തിരി കളർ വരത്തില്ല. അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഫ്രൂട്ടി ഇടും. ഇത് ശരിക്കായിരുന്നു. നീ അരിഞ്ഞു വെച്ചിരുന്ന കരിച്ചക്ക തക്കാളി പഴം നമ്മൾ നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഉരുക്കി വെച്ചിരിക്കുന്നത് അത് കുറച്ചുകൊണ്ട് വെച്ചത്. നെയ്യും വെളിച്ചെണ്ണയും നല്ല ടേസ്റ്റും നല്ല രുചിയായിരിക്കും. ഇത് പൈനാപ്പിളിൻ്റെ എസൻസ് ഒഴിക്കും. ഈ പൈനാപ്പിളിൻ്റെ എസൻസ് ഒഴിച്ചാൽ നല്ലൊരു മണം വരുത്തും. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൊണ്ടിടാം. ബാക്കി ചോറ് കണ്ടില്ല. നമ്മളാ ഒഴിച്ചിരിക്കുന്ന നെയ്യ് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കും കുറച്ച്. ഈ ലെയറിന് നമ്മൾ കുറച്ച് കൊണ്ടുവരും. പഞ്ചസാരയും കളറും കൂടെ, അതുകൊണ്ട് ഒത്തിരി ചോറിന് കളർ വരും. ചെറിയ ഫ്രൂട്ടി, എന്നാൽ ഈ ചെറിയ ഫ്രൂട്ടി കൊണ്ടതിൻ്റെ ചോറ് തിന്നുമ്പോൾ രുചി നല്ലൊരു മധുരമൊക്കെ വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഇത് ഇട്ടില്ലെങ്കിൽ ഒരു രുചി വരും. ഇത് ഇടണം ബിരിയാണിക്ക്. കരിച്ചക്ക് എല്ലാം ഇടണം. കണ്ടോ, അത് ഇടുമ്പോൾ തന്നെ ഇന്നൊരു സ്റ്റൈലാണ്. നല്ല നീളത്തിൽ അരിഞ്ഞ് തക്കാളിപ്പഴവും നമ്മൾ ഇട്ട ചോറ് ഞെവിടെ തിന്നുമ്പോൾ എന്തോ രുചിയാണെന്നറിയാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതങ്ങോട്ട് ഇട്ട് എല്ലാവരും ഒന്നും അങ്ങനെ ഒന്നും ഇത്രയും സാധനമൊന്നും ആരും ചെയ്തു തരത്തില്ല. കടകളിലൊന്നും അങ്ങനൊന്നും ബിരിയാണി മേടിക്കുമ്പോൾ ഇത്രയും സാധനം. ഇപ്പം ലാസ്റ്റ് ലെയറിനിടാം കുറച്ച്. പൈനാപ്പിളിൻ്റെ എസൻസ് കുറച്ച്. ചോറ് അങ്ങോട്ട് പൊട്ടിക്കുമ്പോൾ എന്തോ മണമായിരിക്കും, എന്തോ രുചി. കഴിക്കണം, ഉണ്ടാക്കി ഇതുപോലെ വെച്ചൊന്ന് കഴിച്ചിട്ട് എല്ലാവരും ഒന്ന് കഴിക്കണം. നമ്മളെ ഇപ്പം ദമ്മ് പൊട്ടിക്കുന്നില്ല. ഈ നമ്മളിൽ തന്നെ വയ്ക്കാം. ചിക്കൻ ബിരിയാണി അങ്ങനെ ദമ്മി വെച്ചിരിക്കുകയാണ്. എല്ലാ മസാല അടിയിലിട്ട് അടിപൊളി മസാല ഉണ്ടാക്കിയിരിക്കുന്നത്. ദമ്മ് മസാലയാണ്. നമ്മൾ ചോറ് മാത്രം പറ്റിച്ചെടുക്കാൻ പറ്റത്തില്ല. ചോറ് ഇങ്ങനെ കിട്ടത്തില്ല പറ്റിച്ചെടുത്ത്. അത് കുഴഞ്ഞിരിക്കും. ഇത് നമുക്ക് കുഴയുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ നല്ല പൂക്കല പോലെ ഇരിക്കും. നമ്മൾ ദമ്മ് പൊട്ടിക്കുമ്പോൾ ഞാൻ കാണിക്കും. ദമ്മ് പൊട്ടിച്ചിട്ടുണ്ടോ? ചോറ് ഇത്തിരി കളറായി. ആ കളർ അങ്ങനെ ചേർത്തുണ്ട്. ചോറ് സെറ്റപ്പായി. നമ്മൾ മസാല അടിയിലാണ് ചോറ് ഇങ്ങോട്ട് പോരാ. നമ്മുടെ മസാല ഉണ്ടോ? സെറ്റപ്പായി മസാല. ചിക്കൻ ബിരിയാണിയാണ്. നമ്മൾ രണ്ടുപേർക്ക് പാഴ്സൽ കൊണ്ടുപോകാനായിരുന്നു ഉണ്ടാക്കിയത്. അതിന് മസാല എല്ലാം നമ്മൾ അടി വെച്ചിട്ട് ചോറ് മണ്ട ദമ്മ് ചെയ്തു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ വരുന്ന നമ്പർ. ബൈ.